കഥകളി പഠിക്കാൻ കലാമണ്ഡലത്തിലെത്തിയ ആദ്യ മുസ്ലിം പെൺകുട്ടി. അരങ്ങേറ്റത്തിനൊരുങ്ങി ഗാബ്രി. ആശംസകൾ. കലയ്ക്ക് ജാതിയും മതവും ഒന്നുമില്ല. കല എന്നുള്ളത് ആരുടെ കൈകളിലാണോ ഇരിക്കുന്നത് അയാളുടെ ജാതിയോ നിറമോ മതങ്ങളോ ഒന്നും പ്രശ്നമല്ല. അതെങ്ങനെ അതിന് പൂർണ്ണത വരുന്നു എന്നുള്ളതിലാണ് കാര്യം. തീർച്ചയായിട്ടും ഈ കഥകളിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു പേര് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ മുസ്ലിം പെൺകുട്ടി അരങ്ങേറിയെന്ന്. ഇതിനേക്കാൾ മുസ്ലിം ആയതിനു ശേഷം കടുത്ത വിമർശനങ്ങൾ ഈ കഥകളിനെ സംബന്ധിച്ച് അദ്ദേഹം ഈ മേഖലയിലേക്ക് ഇറങ്ങുമ്പോൾ കൊടിയ വിമർശനങ്ങളായിരുന്നു. ഒരു മുസ്ലിം യുവാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് കലാമണ്ഡലം ഹൈദരാലി. അദ്ദേഹം ഒരുപാട് കഥകളി സംഗീതമൊക്കെ അവതരിപ്പിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളിലൂടെ പറയുന്നുണ്ട്, താൻ അധികം കർണശകലങ്ങളല്ലായിരുന്നു പാടിയിരുന്നത്. തനിക്കിഷ്ടം കൂടുതൽ കാരണം അവഗണിക്കപ്പെട്ടവൻ്റെ കഥയായിരുന്നു പുള്ളി അത് മനസ്സ് നിറഞ്ഞും കണ്ണീരോടെയും പാടിയിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് വഴികളൊക്കെ കേൾക്കേണ്ടി വന്നു. പിന്നെ ആ പാത പിന്തുടർന്ന ഒരു മുസ്ലിം പെൺകുട്ടി എത്തിയപ്പോൾ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. തീർച്ചയായിട്ടും കലയ്ക്ക് ഒരു ജാതിയും മതവും ഇല്ല. കലാമണ്ഡലം ഹൈദരാലിയെ പോലെ മികച്ചൊരു കലാമണ്ഡലം സാബ്രി എന്ന പേര് കുട്ടിക്ക് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.